കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവളെ ശരീരമൊന്ന് നൊന്നിട്ടുണ്ടെങ്കിൽ, 10-20 കൊല്ലം പ്രാണനെ പോലൊരു വാപ്പയിമ്മയും പൊഴത്തി വളർത്തിക്കൊണ്ടുവന്ന് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന പെണ്ണിനെ നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, നിനക്ക് പടച്ച റബ്ബിന്റെ കോടതിയിൽ മാരകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ പെണ്ണിനെ തല്ലരുത് എന്ന് പറയുന്നത്. തെറി വിളിക്കരുത്. ഇന്നെന്തൊക്കെ തെറിയാ വിളിക്കുക. ഓരോരുത്തരും പരാതി പറയാറുണ്ട്, വാ തുറന്നാ പിന്നെ കായും പൂവും. ഇങ്ങനെ പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട്. മരിച്ചുപോയ വാപ്പാനെ പറയും, സാധു എന്നോ മരിച്ചുപോയതായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലം മുൻപോ അല്ലെ കല്യാണം ശേഷമോ മരിച്ചുപോയതാണെങ്കിലും സ്വന്തം വാപ്പനെയൊക്കെ മരിച്ചുപോയ വാപ്പാരെയൊക്കെ മുഖത്ത് നോക്കി പറയാന്ന് പറഞ്ഞാലേ അവനാന്റെ നേരെ അത് പറയുമ്പോഴേ നമുക്കൊക്കെ അതിന്റെ ഒരു വേദന വരൂ. ഒരുപക്ഷെ പെണ്ണിനോട് അത് പറയുമ്പോൾ തിരിച്ചു പറയൂല, തിരിച്ചു പറയാനോളം നാവ് പൊന്തൂല. പക്ഷെ നമ്മളെ നേരെ മറ്റൊരാളത് പറയുമ്പോൾ നമ്മളെ നെഞ്ചെത്ര പെടയെന്ന് ചിന്തിക്കണം. നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് സപ്രപഞ്ചക്കട്ടിലിൽ സ്വർഗീയ സുഖം കൊടുത്ത് വളർത്തുന്ന മോളാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും